വാർത്ത കൊച്ചിയിൽ നിന്ന് കോറോ ഹെൽത്തിലെ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഇതിലൊരു പ്രധാനപ്പെട്ട ചർച്ച തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്നുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് ഔദ്യോഗികമായി കമ്പനി അറിയിച്ചിട്ടില്ല. പക്ഷേ അനുരഞ്ജന ശ്രമങ്ങളിൽ ഭാഗമാകണമെന്ന് ഹൈക്കോടതി കമ്പനി മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയത് പ്രധാനമാണ്. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചർച്ചയിൽ തൊഴിലാളി യൂണിയനുകളുടെ പ്രതിനിധികളും പങ്കെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആജ്ഞ ഈ വിഷയത്തിൽ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും സഹകരിക്കാത്ത നിലപാടാണ് കമ്പനി അധികൃതർ സ്വീകരിച്ചത്. അവർ 800ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലമാണ്. ആനുകൂല്യങ്ങളടക്കം കൊടുത്തു കഴിഞ്ഞു. അവർ വാഗ്ദാനം ചെയ്ത ആനുകൂല്യങ്ങൾ ഇനി എന്ത് പ്രതീക്ഷിക്കണം? കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലെങ്കിലും നിലപാടിൽ മാറ്റമുണ്ടാകുമോ? രഞ്ജിത്ത്, ഇന്ന് കമ്പനി അധികൃതർ ഹാജരാകുമെന്നാണ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം പ്രതീക്ഷ മുന്നോട്ട് വെച്ചത്. അങ്ങനെയാണ്. പക്ഷേ മുൻപത്തെ കുറച്ച് സംഭവങ്ങളും കുറച്ച് ഇവരുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ അധികൃതർ അവർക്ക് ഈ ജീവനക്കാർക്കെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന നടപടി തന്നെയാണ്. പ്രത്യേകിച്ച് ഉമാ തോമസ് MLA നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ അനുരഞ്ജന ചർച്ച നടത്തുന്നു. പിന്നീട് പിരിച്ചുവിടൽ നടപടി താൽക്കാലികമായിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുകയാണ് എന്ന് അറിയിക്കുന്ന സാഹചര്യത്തിൽ പിറ്റേ ദിവസം ജീവനക്കാർ ഓഫീസിൽ ഹാജരാകാൻ എത്തുമ്പോൾ അവരെ അകത്ത് കയറ്റാതെ ഈ ഓഫീസ് ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അതിനുശേഷവും പിന്നീട് ഈ ഒരു ചർച്ച ജനപ്രതിനിധികളുടെയും വിവിധ തൊഴിലാളി യൂണിയനുകളുടെയും നേതൃത്വത്തിലൊക്കെ നടന്ന ശേഷമാണ് ഈ തൽസ്ഥിതി തുടരട്ടെ, അതായത് അവർ പിരിച്ചുവിട്ടെങ്കിലും അവർ ജോലിക്ക് വന്നോട്ടെ, പക്ഷേ അസൈൻമെന്റ് കമ്പനി തീരുമാനിക്കട്ടെ, അവരുടെ തൊഴിലിടത്തിലേക്ക് കയറി അവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ ഓഫീസ് ഉപയോഗിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് ആയിരുന്നു തീരുമാനമായിരുന്നു. പക്ഷേ എന്നിട്ടും അതിൻ്റെ പിന്നാലെയും കോഴിക്കോടത്തെ ഓഫീസിൻ്റെ നേരെയും ഓഫീസിലും ഇത്തരത്തിൽ പരാതികൾ ഉയർന്ന ഓഫീസ് പൂട്ടിയ അധികൃതർ പോകുന്ന സാഹചര്യത്തിലേക്ക് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ലീഗൽ അഡ്വൈസർ മാത്രമാണ് ഹാജരായിട്ടുള്ളത്. പക്ഷേ ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിൽ, അതായത് ഇന്ന് അധികൃതർ അതുമായി കമ്പനിയുമായി ബന്ധപ്പെട്ട അടുത്ത ആളുകൾ തന്നെ ഇതിൽ മീറ്റിംഗിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പ്രതിഷേധങ്ങൾ, വിവിധ സംഘടനകളുടെ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇന്ന് എന്തായിരിക്കും കമ്പനി അധികൃതരുടെ ഈ വിഷയത്തിലെ നിലപാട് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.